രാഹുലെ ഒരു യുവജന നേതാവിൻ്റെ ഭാഷ്യമാണ്. അതായത് CPM-ന്റെ യുവജന സംഘടനയായ DYFIയുടെ നേതാവ് വസീഫിൻ്റെ ഒരു വർത്തമാനമാണ്. ഞങ്ങൾ തെളിവില്ലാതെ പ്രതിപക്ഷ നേതാവിൻ്റെ, അതായത് ഒരു ക്യാമറ കണ്ണിലും പെടാതെ പ്രതിപക്ഷ നേതാവിൻ്റെ കാല് തല്ലി ഒടിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ടുപിടിക്കൂ. അപ്പോൾ ഇതാണ് ഒരു ഭാഷ്യം. അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് KSU നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് KSUവിനെതിരെ SFI ആണെങ്കിലും DYFI ആണെങ്കിലും CPM-ന്റെ സംസ്ഥാന നേതാക്കളടക്കം വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണ് അവർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദമാഷ് പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് ഞെരിച്ചു കുടിക്കുകയും കൈപിടിച്ച് വളച്ചൊടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായതെന്ന്. പക്ഷേ ഇതിന്റെ ഒന്നും ഒരു വീഡിയോ ദൃശ്യങ്ങൾ പോലുമില്ല. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മന്ത്രിയുടെ 7 അയലകത്ത് പോകാൻ വേണ്ടിയിട്ട് KSUക്കാർക്ക് കഴിഞ്ഞില്ല. കാരണം പോലീസിന്റെ അത്രത്തോളമുള്ള ഒരു സംരക്ഷണ വലയം മന്ത്രിക്ക് ചുറ്റുമുണ്ടായിരുന്നു. അതേപോലെ തന്നെ SFI പ്രചരിപ്പിച്ച മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതാണ്ട് കരിങ്കൊടി ആരോഗ്യമന്ത്രിയുടെ ദേഹത്തേക്ക് വരുന്നു എന്നുള്ളത്. ഇത് മാധ്യമങ്ങളെല്ലാം കൂടെ പൊളിച്ചടുക്കി കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മന്ത്രിയുടെ ഗൺമാൻ കറുത്ത ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. ആ കറുപ്പാണ് മന്ത്രിയുടെ അടുത്ത് കണ്ട കറുപ്പ് എന്നാണ് പറയുന്നത്. അല്ല രാഹുൽ, ഒരു കാര്യം കൂടെ, ഇത് പറയുമ്പോഴത്തേക്ക് ആ ഗൺമാൻ കൊടുത്ത ആ പരാതി കണ്ടായിരുന്നു. ഗൺമാൻ ഒരു വ്യക്തി, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗൺമാന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അവരെ കടന്നു പിടിച്ചു, അവരെ വധശ്രമത്തിന് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വളരെ നട്ടക്കുറുക്കാത്ത ഒരു മൊഴി അങ്ങനെ കൊടുക്കുമല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കെതിരെ ജാമ്യമില്ലാതെ വകുപ്പ് ചേർത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു, അതാണ് വധശ്രമത്തിന് കേസെടുത്തിട്ടാണ് ഇവരെ അപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് വസീഫ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ മന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്ന KSUക്കാരുടെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് മന്ത്രിയെ ആക്രമിക്കുന്ന KSUക്കാരുടെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വിടുന്നവർക്ക് കുഴിമന്തി ചലഞ്ചുമായിട്ട് KSU വന്നു. അതേപോലെ തന്നെ സ്വർണ്ണമാല കൊടുക്കുന്ന ഒരു ചലഞ്ചുമായിട്ട് യൂത്ത് കോൺഗ്രസും വന്നു. അപ്പോൾ സമരങ്ങളുടെ മറ്റൊരു മുഖമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം CPM കൊടുക്കുന്ന ഒരു പൊള്ളയായിട്ടുള്ള ഒരു അജണ്ട. നമുക്കറിയാം ആരോഗ്യമന്ത്രി എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയതെന്ന്. ചിലപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാക്കിയ ഒരു കഴുത്തുള്ള കാര്യം, കാരണം അത്രയും സംഘർഷങ്ങൾ നടക്കുന്ന വേളയിൽ പോലീസ് എല്ലാം കൂടെ അവരെ ചുറ്റിനും പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാവാം. പക്ഷേ അത് KSUക്കാർ കാരണമാണ്, അല്ലെങ്കിൽ KSUക്കാർ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ വിഷയം വരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് KSUക്കാരെ അറസ്റ്റ് ചെയ്തു പോകുന്ന സാഹചര്യത്തിൽ അവിടെ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്കാണ് ഇവിടെ ഷോ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിനുശേഷം കണ്ണൂർ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുടെ ഒരു കാലമായിരുന്നു. സംഘർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം. അതേപോലെ തന്നെ കരിങ്കൊടി കാണിച്ച KSUക്കാരന്റെ വീടിന് നേരെ ബോംബെറിയുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ കണ്ടാണ്. കണ്ണൂരിന്റെ രാഷ്ട്രീയം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ വടിവാളിന്റെ രാഷ്ട്രീയമായിരിക്കും, അല്ലെങ്കിൽ ബോംബിന്റെ രാഷ്ട്രീയമായിരിക്കും. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ചോരയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയം പോകുന്നത്. കാലങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു രാഷ്ട്രീയത്തിൽ കൂടെയാണ് പൊക്കോണ്ടിരുന്നതും. ഇപ്പോഴാണ് അതിന് കുറച്ചെങ്കിലും ഉണ്ടായത്. എന്നാലും ഇല്ലെന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയ വർഷങ്ങൾ. ശരത് ലാലിന്റെ ആണെങ്കിലും കൃപേഷിന്റെ ആണെങ്കിലും ഷുഹൈബിന്റെ ആണെങ്കിലും എത്രയോ ജീവനുകൾ കണ്ണൂർ പൊലിഞ്ഞുപോയി. ഇപ്പോൾ നമുക്കറിയാം സുധാകരനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നതും നെഞ്ചിലേറ്റുന്നതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഘർഷ രാഷ്ട്രീയങ്ങളിൽ നിന്നും ഉയർന്നു വന്നൊരു നേതാവായതുകൊണ്ടാണ്. സുധാകരൻ നിരവധി തവണ ഒരു കൊല്ലാൻ ശ്രമിച്ചതാണ്. അദ്ദേഹം വളരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം തിരിച്ചടിച്ചാണ് കണ്ണൂരിൽ കോൺഗ്രസ് രാഷ്ട്രീയം വളർത്തിയത്. അതിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുധാകരൻ എന്ന് പറയുന്നത്. അപ്പം കുമ്പക്കുടി സുധാകരനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹത്തിന്റെ ആർജവം തന്നെയാണ്. ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ട് ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവ്, ഒരു കരുത്ത്. തന്റെ അണികളെ ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ ഉടനടി അവിടേക്ക് ചെല്ലുന്ന ഒരു നേതാവ്. ഇപ്പൊ നമുക്കറിയാം, പഴയ വീഡിയോ എടുത്തു വെച്ച് നോക്കിയാൽ മതി. സുധാകരന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് തന്റെ അടുത്തുള്ള പാർട്ടി പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കാടാ ഇവിടെ ഷോ കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ജയിലിൽ നിന്ന്, അതായത് ജയിലൊക്കെ തല്ലിപ്പൊളിച്ച് ഇറക്കിക്കൊണ്ടിരുന്ന സുധാകരന്റെ വീഡിയോകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു നേതാവിനെ നമ്മള് അണികൾ ചേർത്ത് നിർത്താൻ തുടങ്ങിയത്. അപ്പോ അവിടെയാണ് അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് എത്രയോ ആളുകളുടെ ജീവനുകളാണ്
കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം കൊണ്ട് എടുത്തുകൊണ്ട് പോയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലും കണ്ണൂർ ഇത്രയും ഒരു സ്ട്രോങ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കുന്നത് കണ്ണൂർ ടൗണിൽ നിന്നാണ്. അതെ, അതുകൂടെ നമ്മൾ ആലോചിക്കണം. അതിനപ്പുറത്തേക്ക് ഇന്ന് അത് കമ്മ്യൂണിസ്റ്റ് കണ്ണൂർ അല്ലാതായി മാറി. തീർച്ചയായിട്ടും ഇപ്പൊ അതിന്റെ ലീഡ് കണ്ടില്ലേ? പാർട്ടി കുടുംബങ്ങളാണ് കണ്ണൂർ ഏറ്റവും കൂടുതലുള്ളത്, പാർട്ടി കോട്ടകളാണ് അവിടെ. പാർട്ടിക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് വിളിക്കത്തില്ല, വഴിയടയ്ക്കും, കുടിക്കുന്ന വെള്ളത്തില് മലമൂത്ര വിസർജനം കലർത്തും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അവിടെയുള്ള ആളുകൾ പറയുന്നതാണ്. പിന്നീട് അവർക്ക് ഒന്നിനും നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടുന്ന് സ്ഥലം വിറ്റിട്ട്, അതെ, സ്ഥലം വിട്ട് സമാധാനമല്ലേ മനുഷ്യന് വേണ്ടത്. സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ ജീവിക്കുന്നത്. അവിടെയും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോകും. അതാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അത് തന്നെ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം. ഒരു ബോംബിലൂടെ ഇത് അവസാനിക്കത്തില്ല. ഇപ്പൊ ഒരു ബോംബ് അങ്ങോട്ട് എറിഞ്ഞാൽ 2 ബോംബ് ചിലപ്പോൾ ഇങ്ങോട്ട് വീഴും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ സമാധാന അന്തരീക്ഷം തകരും. ഇപ്പോ സുധാകരന്റെ പഴയ പ്രസംഗങ്ങൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽപ്പുണ്ട്. ഞങ്ങൾ ആരെയും തിരിച്ചടിക്കില്ല, ഞങ്ങളെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കുകയുമില്ല, അവിടെ സമാധാനം പോയി കഴിഞ്ഞാൽ ഞങ്ങളല്ല ഉത്തരവാദി എന്ന് പറയുന്ന സുധാകരന്റെ പഴയ വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോ വീണ ജോർജിന് വേണമെങ്കിൽ അവിടെ വന്നിട്ട് ഈ ഷോ എല്ലാം കാണിച്ചിട്ട് നേരെ പത്തനംതിട്ടയ്ക്ക് തിരിച്ചു പോവാം. പക്ഷെ അവിടെ അനുഭവിക്കാൻ പോകുന്നത്, അതെ, കലാപത്തിന്റെ ഒരു വിത്തിട്ട് 2 ദിവസം മുമ്പോട്ട് ഷോ കാണിച്ച് ഇപ്പോ SFI DYFI ഒക്കെ പറയല്ലോ തീക്കട്ട കൊണ്ടാണ് KSU തല ചൊറിയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ തീക്കട്ട കൊണ്ട് തല ചൊറിഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ആരോഗ്യമന്ത്രിക്ക് ഇത്രയും ഷോ കാണിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഇപ്പോ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കാൻ എത്രയോ പേര് വരുന്നു, എത്രയോ മന്ത്രിമാരെയും MLA മാരെയും, അല്ലെ, എത്രയോ മന്ത്രിമാരെയും MLA മാരെയും കരിങ്കൂടി കാണിക്കുന്നു. ഇവരെല്ലാം പ്രതികരിക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ വരും. ഒരു MLA ഇറങ്ങി നിൽക്കുമ്പോൾ അവരുടെ കൂടെയുള്ള സഖാക്കൾ അടങ്ങിയിരിക്കോ? ഇവർ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂത്ത് കോൺഗ്രസ്, SFI DYFI KSU യുദ്ധമായി മാറത്തില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ ABVP അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നാട് ഇവിടെ പോകും. അതിനാണ് പോലീസും സംവിധാനങ്ങളും ജനാധിപത്യപരമായിട്ട് കരിങ്കൊടി കാണിക്കാനുള്ള അവകാശമുണ്ട്, സമരം ചെയ്യാനുള്ള അവകാശം, മൗലികമായ അവകാശം പോലും. അതാണ് ചോദിക്കുന്നത്. അല്ല, കരിങ്കൊടി കാണിച്ചവരെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഒരു നാടാണ്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകരുന്ന ഒരു സാഹചര്യമാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഇപ്പൊ വസീഫിന്റെ ഒക്കെ വാക്കുകൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഈ പറയുന്ന യുവജന സംഘടനയുടെ നേതാവിന് ചേർന്ന രീതിയിലല്ല, അതും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ടു ഈക്വലന്റ് ആണ്. പാർലമെന്റ് തലത്തിൽ മുഖ്യമന്ത്രിക്ക് ഈക്വലന്റ് ആണ്. അപ്പം നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നറിയാമോ? നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഈ KSU കുട്ടികൾ ഇത്തരത്തിൽ മന്ത്രി പദവിയും മന്ത്രി എന്താണെന്നും KSU എന്നല്ല, ഇന്നത്തെ യുവജനങ്ങൾക്ക് അത്രയ്ക്ക് ബോധമില്ലാത്തവരൊന്നും അല്ല. അവർ പ്രതിഷേധിച്ച് അവർ ആ നിൽക്കുന്നിടത്ത് നിന്നിട്ട് പ്രതിഷേധിച്ചിട്ടേ പോവുള്ളൂ. എനിക്ക് ആ ഒരു ഭാഗത്തോട് യോജിക്കാൻ തീരെ ബുദ്ധിമുട്ടാണ്. കാര്യം അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു പദവിയുണ്ട്, ആ പദവിയെ ബഹുമാനിക്കാൻ അറിയാത്ത ചെറുപ്പക്കാരല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളെന്ന് ഞാൻ പറയും. കാര്യം അത് അവർക്കത് അറിയാം. അതുകൊണ്ടാണ് ഇവർക്കല്ല ഇതിന്റെ കോസ് അറിയാം. ഇത് എന്താണ് ഭവിഷ്യത്ത്, അങ്ങനെ സംഭവിച്ചു പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാം. ഇപ്പൊ നമുക്കറിയാം, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ വരെ കയറിയിട്ടുള്ള, തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടാണ് അവർ ചെയ്തത്, അല്ലാതെ അവർ വേറൊന്നും ചെയ്തിട്ടില്ല. അതെ, അവിടെ ഇപ്പോ നമുക്കറിയാം EP ജയരാജനൊക്കെ കുത്തിയിരുന്ന് സമരം ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ വസീഫൊക്കെ ഇത്തരത്തിലുള്ളൊരു സംഘർഷവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കാല് തല്ലി ഓടിച്ചുകൊണ്ട് വരാൻ പറയുന്നതും ഒരു ഔചിത്യം മനസ്സിലാക്കണം. അല്ല, നിലവാരം പോയി. വാസിഫിന്റെ നിലവാരം, വസീഫ് ഇത് പറയുമ്പോൾ വസീഫിന് എത്രയാണ് നിലവാരം ഉണ്ടെന്നും ഈ DYFI എന്ന യുവജന സംഘടനയുടെ അധ്യക്ഷനായിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഒരു നിലവാരം വേണം. ഇത്തരത്തിലൊരു സംഘടന, യുവജന സംഘടന നേതാവിന്റെ ഭാഷ്യം, അദ്ദേഹത്തിന് ചേർന്ന ഭാഷ്യമാണോ ഇതെന്ന് അദ്ദേഹം. ഇവരൊന്നും സമരം ചെയ്യാതെ കടന്നു വന്ന ആളുകളാണെങ്കിൽ നമുക്ക് പറയാം. ഇവരൊക്കെ ചെയ്ത സമരങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല. തല്ല് പോലും നേരെ കിട്ടിയിട്ടില്ല. അവർക്ക് ഒരു 10 തല്ല് പോലീസിന്റെ ചുമ്മാണ്. ഇവരെല്ലാം നല്ല തല്ല് കിട്ടി വളർന്നു വന്ന വസീഫിനൊക്കെ എത്ര തല്ല് കിട്ടി എന്റെ ഓർമ്മയിലില്ല. വസീഫിനൊക്കെ സമരരംഗത്ത് ഞാൻ കണ്ടായിട്ട് എന്റെ ഓർമ്മയില്ല. അല്ല, ഈ ആ സംഘടനയുടെ പാരമ്പര്യം ഒന്ന് എടുത്തു വെച്ചു നോക്കും. പാരമ്പര്യം എടുത്തു പഠിപ്പിച്ച അധ്യാപികയ്ക്ക് കുഴിമാടം വെട്ടുന്ന, അധ്യാപകർ ഇരിക്കുന്ന കസേര കത്തിക്കുന്ന,
അത്തരത്തിലുള്ള സംഘടനയല്ലേ, അത്രയും വലിയ സമരമിറങ്ങാൻ കാഴ്ചവെച്ച സംഘടനയല്ലേ. അത് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഇപ്പൊ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്ത ചില ചെയ്തികളെ കുറിച്ച് നമ്മളെ കണ്ണൂരിലുള്ള ചില പഴയ പാർട്ടി പ്രവർത്തകർ പറയും. ടീച്ചർമാർ, അധ്യാപകരെ, പഠിച്ച സ്കൂളിലെ അധ്യാപകരെ, സ്ത്രീകളായിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള ടീച്ചർമാർ, 2-3 ടീച്ചേഴ്സിനെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് അവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ സൗകര്യം തുടങ്ങിയപ്പോൾ കുപ്പി കൊണ്ട് കൊടുത്ത ആളാണെന്നാണ് പറയുന്നത് ഈ മുഖ്യമന്ത്രി. അങ്ങനെയുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ രാഹുൽ പറഞ്ഞ ആ കാര്യവും അവിടെ താമസിക്കാൻ നിവൃത്തിയില്ലാതെ പലായനം ചെയ്തു പോകത്തക്ക രീതിയിൽ പെരുമാറിയ കാര്യങ്ങളും നമ്മളോട് നിരവധി കണ്ണൂരുള്ള സുഹൃത്തുക്കൾ. പിന്നെ സമരത്തിന്റെ കാര്യം വരികയാണെങ്കിൽ KSUവിന് ആരും സമരം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുധാകരന്റെ നാടാണ്, സുധാകരന്റെ നാട് മാത്രമല്ല, ഉശിരുള്ള കുട്ടികൾ. KSUവിന്റെ സമരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആദ്യത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് 57 കാലത്ത് ആലപ്പുഴ തീരത്ത് ആന്റണി വയലാർ, ഉമ്മൻചാണ്ടി പടുത്തുവരുത്തിയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് EMSനെ EM പൂശി ഇല്ലത്തേക്ക് തിളപ്പിച്ചാറ്റിയ, അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. KSUവിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഒരെണ്ണ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോ യാത്രാ സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണ സമരത്തിൽ തുടങ്ങിയ ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അങ്ങനെ രൂപപ്പെട്ട ഒരു സംഘടനയാണ്, സമരത്തിലൂടെ ഉണ്ടായ ഒരു സംഘടനയാണ്. ഇപ്പൊ സമരമൊന്നും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്തെ സമരം വ്യത്യസ്തമായിട്ടുണ്ട്. ഇപ്പോ സംഘടനകളൊക്കെ പല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്, അവരുടെ ആശയങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ സമരങ്ങളൊന്നും കേരളത്തിലെ ഒരു സംഘടനയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സമരങ്ങൾക്കൊരു മൂല്യം ഉണ്ടാവണം.